ഹൗ ടു സ്റ്റാൻഡ് ഔട്ട് ആസ് ആൻ ആവറേജ് ഗായ്. 20% പുരുഷന്മാർക്കാണ് ലോകത്തിലെ 80% സ്ത്രീകളെയും ലഭിക്കുന്നത്. ഇത് പലപ്പോഴായി നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമായും വിവിധ ഡേറ്റിംഗ് ആപ്പുകൾ നടത്തിയ സർവേകളുടെ ഫലമായും ലഭിച്ച ഡാറ്റയാണ്. അതായത് 10 സ്ത്രീകളുടെയും 10 പുരുഷന്മാരുടെയും 2 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഗ്രൂപ്പിലെ 8 സ്ത്രീകളും തിരഞ്ഞെടുക്കുക പുരുഷന്മാരുടെ ഗ്രൂപ്പിലെ 2 പുരുഷന്മാരെ ആയിരിക്കും. ഡേറ്റിംഗ് ആപ്പ് ടിൻഡർ പുറത്തുവിട്ട കണക്ക് പ്രകാരം സ്ത്രീകൾ 95% പുരുഷന്മാരെയും ലെഫ്റ്റ് സ്വൈപ്പാണ് ചെയ്യുന്നത്. ലെഫ്റ്റ് സ്വൈപ്പിന്റെ അർത്ഥം മനസ്സിലാക്കാത്തവർക്കായി ഒരു ഡേറ്റിംഗ് ആപ്പിൽ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ആളിന്റെ പ്രൊഫൈൽ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അവരോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ആളിന്റെ പ്രൊഫൈൽ മറ്റേയാൾ ഡിസ്ലൈക്ക് ചെയ്തുവെന്നോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തുവെന്നോ മനസ്സിലാക്കാം. എന്നാൽ ഇതേ കണക്ക് പുരുഷന്മാരുടേതാകുമ്പോൾ അവർ വെറും 50% സ്ത്രീകളെ മാത്രമാണ് ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ തന്നെ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഇത്ര ചൂസി ആകുന്നത് എന്നതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ റീപ്രൊഡക്ഷൻ പ്രക്രിയയിൽ സ്ത്രീകളുടേതാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്. 9 മാസമാണ് അവർ അവരുടെ ശരീരത്തിനുള്ളിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കാനായി ചെലവഴിക്കുന്നത്. അതിലേക്ക് അവരുടെ എല്ലാ റിസോഴ്സസ് ചെലവഴിക്കേണ്ടതായും വരുന്നു. ഈ 9 മാസത്തെ കാലയളവിന് ശേഷവും ഒരു കുഞ്ഞിന് അതിന്റെ അമ്മയുടെ ശ്രദ്ധയും പരിചരണവും വളരെ കാലത്തേക്ക് വേണ്ടിവരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയധികം സമയവും പ്രയത്നവും സ്ത്രീകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരുമ്പോൾ ഏത് പുരുഷന്റെ കുട്ടിയാണ് അവർക്ക് വേണ്ടതെന്നും വേണ്ടാത്തതെന്നും തിരഞ്ഞെടുക്കാൻ അവർ കൂടുതൽ ചൂസിയാകുന്നു. ദിസ് ഈസ് ബേസിക് ബയോളജി. എന്നാൽ ഇതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുക വളരെ ആവറേജായ പുരുഷന്മാരാണ്. അധികം പണം സമ്പാദിക്കാത്ത, കാണാൻ അത്ര സുന്ദരനല്ലാത്ത, ഹ്യൂമറസ് വല്ലാത്ത പുരുഷന്മാർക്ക് ബാക്കിയുള്ള അനേകം ആവറേജായ പുരുഷന്മാരിൽ നിന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. ഈ കാര്യം അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ് എത്രമാത്രം അൺറിയലിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അല്ലെങ്കിൽ ഞാൻ തെറ്റായ ഡാറ്റയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നതെന്നോ അല്ലെങ്കിൽ ഞാൻ കള്ളം പറയുകയാണെന്നോ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ സത്യങ്ങൾ ഉൾക്കൊണ്ട് ഒരു ആഗ്രഹിച്ച പുരുഷൻ ജീവിതത്തിൽ എത്രമാത്രം ലോൺലി ആണെന്നും അവർക്ക് ആരുടെയും സ്നേഹം ലഭിക്കുന്നില്ല എന്നും ആക്സെപ്റ്റ് ചെയ്യാം. പെൺകുട്ടികളെ നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്നത് പോട്ടെ, സമൂഹത്തിന് തന്നെ പുരുഷന്മാരോട് പുച്ഛമാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു ആവറേജ് പുരുഷനായ നിങ്ങൾക്ക് എത്രയധികം കോമ്പറ്റീഷൻ ഉണ്ടായിട്ടും എങ്ങനെ അവരിൽ നിന്നെല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാം എന്നുള്ളതിനുള്ള ടിപ്സാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ടിപ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ദിവസവും 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ ഡാർക്ക് സർക്കിൾസ്, മൂഡ് സ്വിങ്സ്, തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആവശ്യത്തിലും കുറവുറങ്ങുന്നതും കൂടുതൽ ഉറങ്ങുന്നതും എങ്ങനെയാണ് ശരീരത്തെ ബാധിക്കുന്നത് എന്നറിയാനായി 8 മുതൽ 50 വരെ പ്രായത്തിലുള്ള ആളുകളെ വെച്ച് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ 2017 ഒരു പഠനം നടത്തുകയുണ്ടായി. ഈ പഠനത്തിൽ നിന്നും ഗവേഷകർക്ക് കണ്ടെത്താനായത് 7 മണിക്കൂർ മുതൽ 8 മണിക്കൂറിലും കുറവുറങ്ങിയ ആളുടെ സ്പേം ക്വാളിറ്റിയിൽ കുറവുണ്ടായിരുന്നു. അതേസമയം ആവശ്യത്തിലും കൂടുതൽ ഉറങ്ങിയ ഗ്രൂപ്പിലെ ആളുകളുടെ സ്പേം ക്വാളിറ്റി, സ്പേം കൗണ്ട് ആൻഡ് സർവൈവൽ റേറ്റ് എന്നിവ കുറവും. കൂടുതൽ ആന്റി സ്പേം ആന്റിബോഡീസും കാണാൻ സാധിക്കുകയുണ്ടായി. കൃത്യമായി ഉറങ്ങുന്നവർക്ക് ഇൻക്രീസ്ഡ് സ്പേം ക്വാളിറ്റി ഉണ്ടാകും എന്ന ഗ്യാരണ്ടി നൽകുന്നില്ലെങ്കിലും ഉറക്കക്കുറവ് ഇന്നൊരു പോപ്പുലർ ട്രെൻഡായി മാറിയിട്ടുണ്ട്. തൽഫലമായി ഇന്നത്തെ കാലത്ത് 18 മുതൽ 20 വരെ പ്രായത്തിലുള്ളവരിൽ പോലും മെയിൽ ഇൻഫീരിയറിറ്റി വളരെയധികം സാധാരണമായിരിക്കും. ഭക്ഷണക്രമത്തിൽ ബോഡി റിക്വയർമെന്റ് അനുസരിച്ച് സപ്ലിമെന്റ്സ് ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ്. മാൻഷുവർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സപ്ലിമെന്റ്സ് അത്തരത്തിലുള്ള ഫെർട്ടിലിറ്റിക്ക് ബെനിഫിഷ്യലായ ആയുർവേദിക് റെമഡിയാണ്. കൗഞ്ച് ബീച്ച് പോലെയുള്ള ചേരുവകൾ നിങ്ങളുടെ സ്പേം കൗണ്ട് ആൻഡ് പ്രൊഡക്ഷൻ കൂട്ടാനും, ഗോക്രു ബാഡ നിങ്ങളുടെ സെമൻ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും, ശുദ്ധ് ശിലാജിത്ത് നിങ്ങളുടെ സ്പേമിന് ഐഡിയൽ ഷേപ്പ് നൽകുവാനും സഹായിക്കുന്നു. മാൻഷുവർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സപ്ലിമെന്റ്സ് നിങ്ങളെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ മാത്രമല്ല സഹായിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടാനും സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി ലഭിക്കുന്നതാണ്. ഇന്ത്യക്ക് പുറത്തുള്ള സുഹൃത്തുക്കൾക്ക് മാൻഷുവർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സപ്ലിമെന്റ്സ് വാങ്ങിക്കാനുള്ള ഈ ബേ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്പർ 1, ബിക്കം ഇൻഡിഫറന്റ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഗോൾ. എനിക്ക് മിക്ക പെൺകുട്ടികളിൽ നിന്നും ലഭിച്ചിട്ടുള്ള 2 കോംപ്ലിമെന്റ്സ് എന്താണെന്ന് വെച്ചാൽ, 1 ഐ ഡോണ്ട് ചേസ് ദം എന്നതും 2 ഐ ഡോണ്ട് കോംപ്ലിമെന്റ് ദം എന്നതുമാണ്. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടി എത്ര സുന്ദരിയാണെന്നോ അവൾ എന്ത് തരത്തിലുള്ള വസ്ത്രമാണ് ധരിക്കുന്നതെന്നോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഞാൻ ആകെ ഫോക്കസ് ചെയ്യുന്നത് എൻ്റെ ഗോളിൽ മാത്രമാണ്. പെൺകുട്ടികൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ ക്ലവറാണെന്ന ചിന്ത ഉണ്ടാകാം. എന്നാൽ നിങ്ങളൊരു ആൽഫ അല്ലെങ്കിൽ സിഗ്മയാണ് എന്നത് കാണിക്കാനായി ആക്ട് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് സ്ത്രീകൾക്കറിയില്ല എന്ന് വിചാരിക്കുന്നുണ്ടാകും. സ്ത്രീകളെ അങ്ങോട്ട് ചെന്ന് അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കാതിരിക്കുന്നവരോട് സ്ത്രീകൾ അട്രാക്റ്റഡ് ആകും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ആ കോൺസെപ്റ്റ് ആഴത്തിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. ഉദാഹരണത്തിന്,
നിങ്ങൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീകളെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ വർക്കൗട്ട് മാത്രം ചെയ്യുന്നുണ്ടായിരിക്കാം. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവരെ ചെക്കൗട്ട് ചെയ്യുകയും അല്ലെങ്കിൽ കണ്ണാടിയിലൂടെ നോക്കുകയും ചെയ്യും. ഇനി സോഷ്യൽ മീഡിയയിലാണെങ്കിൽ നിങ്ങൾ ലൈക്ക്, കമന്റ് ഒന്നും ചെയ്യുന്നുണ്ടാകില്ല. എന്നാൽ തീർച്ചയായും അവരുടെ പ്രൊഫൈൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാകും. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഡെസ്പറേഷൻ എങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയാലും അത് ഏതെങ്കിലും ഒരു രീതിയിൽ പുറത്ത് എക്സ്പ്രസ്ഡ് ആവുക തന്നെ ചെയ്യും. എന്നാൽ പെൺകുട്ടികൾ വളരെയധികം പ്രൈമലാണ്. അതിനാൽ തന്നെ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം സെൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇത് സ്ത്രീകൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഇവല്യൂഷണറി അലാമാണ്. പുരുഷന്മാർ ശരിക്കും അങ്ങനെ തന്നെയാണോ, അല്ലെങ്കിൽ അവർ വെറുതെ അഭിനയിക്കുകയാണോ എന്നുള്ളത് തിരിച്ചറിയാൻ സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. ഇക്കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് ജീവിതത്തിൽ ഉയരത്തിലെത്താനായി ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എങ്കിലും തൻ്റെ സ്വഭാവങ്ങൾ മാറ്റാനായുള്ള ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആവശ്യത്തിനില്ല എന്ന് പറയാം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ റേഷണൽ ക്രിയേച്ചേഴ്സ് ആണ് എന്ന്. എന്നാൽ നമ്മുടെ തലച്ചോറിൻ്റെ ഇമോഷണൽ പ്രോസസ്സിംഗ് പാർട്ടായ ലിംബിക് സിസ്റ്റമാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. അതിനുശേഷമാണ് നമ്മുടെ ലോജിക്കൽ തിങ്കിങ് പാർട്ടായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വളരെ ശേഷമാണ് ഉണ്ടായത്. മാത്രമല്ല നമ്മുടെ ഇമോഷൻസ് ആണ് നമ്മുടെ ഇന്റലക്ച്വലിനെ കൺട്രോൾ ചെയ്യുന്നത്. പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതിന് ശേഷം അത് എന്തിനു ചെയ്തു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനാൽ പെൺകുട്ടികൾ നിങ്ങളെ ശ്രദ്ധിക്കാനായി നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണിക്കുമ്പോൾ അത് വെറും അഭിനയം മാത്രമാണ്. നിങ്ങളുടെ മുഴുവൻ ഫോക്കസും അവരുടെ മേലെ തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ സൈക്കോളജി ആൻഡ് ഡീപ്പ് ലൈൻ മോട്ടിവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അത് വിഷ്വലൈസ് ചെയ്ത് അത് വീണ്ടും വീണ്ടും എഴുതിയോ അല്ലെങ്കിൽ പറഞ്ഞോ നിങ്ങൾ അഭിനയിക്കുകയല്ല, നിങ്ങൾ ശരിക്കും ആ കാര്യം ചെയ്യുകയാണ് എന്ന് തന്നെ ആക്കിയെടുക്കുക. നമ്പർ 2, ബാലൻസ്. ഒരു ഹൈ വാല്യൂ വുമൻ ഒരിക്കലും എക്സ്ട്രീംലി മാസ്കുലിനായ അല്ലെങ്കിൽ എക്സ്ട്രീംലി ഫെമിനിൻ ആയ ഒരു പുരുഷനെ തിരഞ്ഞെടുക്കില്ല. അവർ തിരഞ്ഞെടുക്കുക മാസ്കുലിൻ ഫീച്ചേഴ്സ് ഉള്ള എന്നാൽ അതോടൊപ്പം സോഫ്റ്റ് ഫെമിനിൻ ടച്ച് ഉള്ള പുരുഷന്മാരെയാണ്. മിക്ക സമയത്തും എല്ലാവരോടും വളരെ നന്നായി പെരുമാറുന്ന, എന്നാൽ സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ആളുകളോട് കയർക്കാനും വഴക്കിടാനും തയ്യാറാകുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ ഇഷ്ടപ്പെടുക. അതിനാൽ നിങ്ങളുടെ ഡേഞ്ചറസ് സൈഡിനെ കൺട്രോളിൽ വെച്ച് അധികം ഹാർഡ് ഓർ സോഫ്റ്റ് അല്ലാതെ സാഹചര്യം എന്താണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് പെരുമാറുകയാണ് വേണ്ടത്. എക്സ്ട്രീംലി മാസ്കുലിനായ ആളുകൾ ചുറ്റും കാണുന്ന എല്ലാവരോടും മത്സരിക്കുകയും അഗ്രഷൻ കാണിക്കുകയും ചെയ്യും. കൂടുതൽ ഫെമിനിൻ ആയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരുമുണ്ട്. നമുക്കെല്ലാവർക്കും വ്യത്യസ്ത തരം സ്ട്രെങ്ത്സ് ആണുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്സ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ വേസ്റ്റ് ചെയ്യുകയാണ് എന്നാണ്. പുരുഷന്മാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഫിസിക്കൽ പവർ കൂടുതലായിരിക്കും. ഒപ്പം അവരുടെ സൈക്കോളജിയും സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇനി പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ട്രേറ്റ് ന്യൂറോട്ടിസം കൂടുതലാണ് എന്ന് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ കഠിനമായ സാഹചര്യങ്ങളിൽ വളരെയധികം സ്റ്റേബിളായി നൽകാൻ സാധിക്കുക പുരുഷന്മാർക്കാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അനേകം വ്യത്യാസങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെക്കാളും കൂടുതൽ ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ടാവുക പുരുഷന്മാർക്കാണ്. ഈ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആരാണ് ഒരു യഥാർത്ഥ പുരുഷൻ എന്താണ്. സ്ട്രോങ് ആൻഡ് റീസൈലന്റ് ആയ മറ്റുള്ളവർക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് യഥാർത്ഥ പുരുഷൻ. നമ്പർ 3, ക്യാരി മോർ വെയ്റ്റ് ഓൺ യുവർ ഷോൾഡേഴ്സ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുക, അതിൽ നിന്നും വളർച്ച നേടുക എന്നതാണ്. ഗ്രോത്ത് കംസ് ഫ്രം സർവീസ്. യുവർ സ്കിൽസ് ആൻഡ് മെന്റാലിറ്റി ഓഫ് ഓഫറിംഗ് ഹെൽപ്സ് ടു അതേഴ്സ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു യുവർ റെസ്പോൺസിബിലിറ്റീസ്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിലെ വീഡിയോകൾ കാണുന്നവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള മാറ്റം കൊണ്ടുവരിക, അതുവഴി അവരെ സഹായിക്കുക എന്നതാണ്. അതിനായി എനിക്ക് ആദ്യം മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാകാനായി മെഡിറ്റേറ്റ് ചെയ്യുകയും ഒപ്പം ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയും കൂടാതെ ഇൻട്രോസ്പെക്ഷൻ ആൻഡ് റീഡിംഗ് എന്നിവ കൃത്യമായി ചെയ്തു വരികയും ആവശ്യമാണ്. എത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കണമെന്ന ചിന്ത ഒരാളിൽ ഉണ്ടാകുന്നുവോ അത്രത്തോളം തൻ്റെ സ്കിൽസ് പോളിഷ് ചെയ്യണം എന്ന ആഗ്രഹവും ആ വ്യക്തിയിൽ ഉടലെടുക്കും. ഈ പ്രക്രിയ തീർച്ചയായും നിങ്ങളുടെ വളർച്ചയിൽ ഒരുപാട് സഹായിക്കും. ഈ കാര്യങ്ങളെല്ലാം സ്ത്രീകളെ ആകർഷിക്കാൻ വേണ്ടി മാത്രമല്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മൂത്ത സഹോദരങ്ങളെക്കാളും മറ്റെല്ലാവരെക്കാളും നേരത്തെ നിങ്ങൾ എഴുന്നേൽക്കുകയും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, കൂടാതെ വളരെ ഹെൽത്തി ആയ ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ മറ്റാരേക്കാളും മുന്നിൽ അത് സോൾവ് ചെയ്യാൻ നിൽക്കുമ്പോൾ, പ്രശ്നങ്ങളിൽ മറ്റേയാളുടെ ഭാഗം കൂടെ കേൾക്കാൻ തയ്യാറാകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഉത്തരവാദിത്തങ്ങൾക്ക് വയസ്സുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഞാൻ മുതിർന്ന ഒരു ആളല്ലല്ലോ, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് ചിന്തിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ അതേ പ്രായത്തിലുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക. അതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ബെറ്ററായി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിക്കുക. ദാറ്റ്സ് ഓൾ യു നീഡ് ടു സ്റ്റാൻഡ് ഔട്ട്.
നമ്പർ 4, മേക്ക് മോർ മണി. എൻ്റെ എല്ലാ വീഡിയോയുടെയും ചുവടെ ഈ കാര്യങ്ങളെല്ലാം വെറുതെയാണ്, പൈസ മാത്രമാണ് ലോകത്ത് വിലയുള്ള കാര്യം എന്ന് കമൻ്റ് ഇടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇത് ആവശ്യത്തിന് പണം സമ്പാദിക്കാത്ത ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. വലിയൊരു ജിഗ്സോ പസിലിൻ്റെ ചെറിയൊരു പീസ് മാത്രമാണ് പണം. അതില്ലാതെ തീർച്ചയായും ആ പസിൽ മുഴുവനാക്കാനാവില്ല. നമുക്ക് 2 പുരുഷന്മാരെ സങ്കല്പിക്കാം. 2 പേരും മില്യനേഴ്സാണ്. എന്നാൽ ഇതിൽ ഒരാൾ ജിമ്മിൽ പോകാറില്ല, അണ്ടർ കോൺഫിഡൻ്റ് ആണ്, റൂഡാണ്, പിശുക്കനാണ്, പുവർ ഫാഷൻ സെൻസാണ്. മറ്റേയാളാകട്ടെ ഇതിൻ്റെ നേരെ വിപരീതവും. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇവരിൽ ആരാണ് കൂടുതൽ അട്രാക്റ്റീവ് എന്നും ആർക്കാണ് സമൂഹം കൂടുതൽ ബഹുമാനം കൊടുക്കുക എന്നും. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഹൈ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണമെന്നാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാകൂ. നിങ്ങൾ ലോ സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് മാത്രമേ ആഗ്രഹമുണ്ടാകൂ. അതിനാൽ വൈസായി കൂടുതൽ പണം സമ്പാദിച്ച് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാനായി പ്രയത്നിക്കുകയാണ് വേണ്ടത്.